ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ കെറ്റിൽ റെസിപ്പി വന്നിട്ട് കീൻവ ഉപ്മാവാണ്. കീൻവ നമ്മൾ തലേദിവസം തന്നെ കുതിർത്ത് വെക്കണം. എൻ്റെ അതിപ്പോൾ ഒരു 8 മണിക്കൂർ കുതിർത്ത് വെച്ച കീൻവയാണ്. പിന്നെ നമ്മൾ കുതിർത്ത് വെക്കുന്നതിന് മുന്നേ ഇത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുതിർത്ത് വെക്കുക. എന്നിട്ട് ആ വെള്ളം വേണം നമുക്കിനി ബാക്കി യൂസ് ചെയ്യാൻ. അപ്പം ആദ്യം നമ്മൾ വെള്ളമൊഴിച്ചു, കീൻവ ഇട്ടു, പറ്റിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് നെയ്യ് ഇട്ടു. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എണ്ണയോ വേറെ ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഉപ്പ് കൂടിയിട്ട് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റിനുള്ളിൽ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ വരുമ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കാം. ആ സമയം കൊണ്ട് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള, ക്യാരറ്റ്, തക്കാളി, പറങ്കി ഓർ മുളക് ഇതും കൂടി നമ്മൾ എണ്ണയിലിട്ട് വഴച്ചാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ നിലക്കടല യൂസ് ചെയ്യാം, കടുക് യൂസ് ചെയ്യാം, ഉഴുന്നുപരിപ്പ് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളിഷ്ടമാണ്. അപ്പം ഇതൊക്കെ ഒന്ന് നന്നായി വഴറ്റിയ ശേഷം നമ്മൾ ഇതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും യൂസ് ചെയ്തു. ഇനി നമ്മൾ വെള്ളം ഒഴിക്കുന്നത്, നമ്മൾ കീൻവ തിളപ്പിച്ച വെള്ളം വേണം ഇതിൽ യൂസ് ചെയ്യാൻ. ആ വെള്ളം കളയാൻ പാടില്ല കേട്ടോ. ആ വെള്ളത്തിൽ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള വെള്ളമായിരിക്കും അത്. അപ്പോൾ ആ വെള്ളം വെച്ചിട്ട് വേണം നമ്മൾ ബാക്കി കുക്ക് ചെയ്യാൻ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇത് വഴറ്റിയ ശേഷം കീൻവയും ആ വെള്ളവും വെച്ച് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് അടച്ച് വെക്കാം. ഉപ്പും അതൊക്കെ നിങ്ങളെ പാകത്തിന് ഇടുക. എരിവ് വേണ്ടവരാണെങ്കിൽ എരിവ് ചേർക്കാം, എരിവ് വേണ്ടെങ്കിൽ മുളക് പൊടി ഒഴിവാക്കിയിട്ട് മഞ്ഞൾപ്പൊടി മാത്രം യൂസ് ചെയ്യാം. ഇത് റൈസിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സാധനമാണിത്. റിച്ച് ഇൻ പ്രോട്ടീനാണ്, ഫൈബറാണ്, പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ആയതുകൊണ്ട് തന്നെ ആർക്കും ഒരു ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവില്ല. വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു സാധനമാണ്. ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.